അയ്യോ എന്തരാ ഇന്ന് പെങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരുത്തം വന്ന്. എന്ത് നിന്നെ കണ്ട് കല്യാണം മുടങ്ങിയ? എന്നെ കണ്ട് കല്യാണം മുടങ്ങാൻ അവ എന്നെ കാണാൻ വന്നത്. പിന്നെ നീ കിടന്ന് അയ്യോന്ന് വിളിച്ചോണ്ടെന്ന് എന്തിന്? സത്യം അതൊരു വൃത്തിയായിട്ട് വിളി. അയ്യോ ആ ഒരു പണിയില്ലാത്തവൻ പറയില്ലേ അവൻ 25 പവൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്റെ പെങ്ങളെ കെട്ടാന്ന്. ഒരു പവന് 60,000 രൂപ. അപ്പൊ എത്ര രൂപയായി? ഹ്യൂജ് എമൗണ്ട് ആഷിർ. ഹ്യൂജ് എമൗണ്ട്. ഒരിക്കൽ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് എനിക്ക് 500 കിട്ടിയ എന്റെ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. അച്ഛന്റെ ആണോ എന്റെ ആണെന്ന് അറിയാതെ ആ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നാണ് 25 പവൻ ചോദിച്ചത്. അദ്ദേഹം ഒന്ന് പാന്റാണ് ഇട്ടത്, കയ്യിലായിരുന്നു ഈ ഊരി വീശിയാനെല്ലാം കൂടെ. ഒരു 10 കിലോയെങ്കിലും വരും. എന്തോന്ന് 10 കിലോ? അല്ല ഈ സ്വർണത്തിന്റെ വെയിറ്റ്. പാവട അവൻ വിചാരിച്ചത് നിന്റെ അച്ഛന്റെ സ്വർണത്തിന്റെ വെയിറ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, നമ്മൾ സ്ത്രീധനം വാങ്ങരുത്. എന്റെ അച്ഛന്റെ പേരറിയാല്ല, ഞാനും സ്ത്രീധനം മേടിക്കില്ല. നിന്റെ അച്ഛന്റെ പേരെന്തിനാണ് അറിയാത്തോണ്ടോ? ചുമ്മാ കളിക്കല്ല, എല്ലാവർക്കും അറിയുന്ന പേരാ. സീരിയസ് ആയിട്ട് നിന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിയില്ല. ഹീസ് വെരി ഫേമസ് ഡാ, നിനക്കറിയില്ല? എനിക്കും അറിയത്തില്ല അവന്റെ അച്ഛന്റെ പേര്. ആ സമയത്ത് അറിയാതെ കേറി വന്നേ, നിങ്ങൾ അത് വിട്. നിങ്ങൾ പറ, ഞാൻ ഇപ്പൊ എന്തിനു കേട്ടാ? ഇവനൊക്കെ എന്തിനു വീട്ടിൽ കയറ്റിയത്? നാണമില്ല ഇവനൊക്കെ? അല്ലെങ്കിൽ ഞാൻ മിച്ചർ വാരി എന്റെ വായിലോട്ട് എറിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ജീവിക്കാൻ പറ. പവറായി അവ ഇപ്പൊ എന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള അച്ഛ പഠിച്ചവന്റെ അണ്ണാക്കി ഞാൻ കയറ്റും. ഇടിച്ചു ഓടിയ ഓട്ടം കണ്ടില്ല. എടാ നിങ്ങൾ എന്റെ അച്ഛൻ അറിയത്തില്ലെന്ന് പറഞ്ഞ സത്യമാണോ? ഹീ സച്ച് എ ഫേമസ് പേഴ്സൺ. സത്യം എനിക്ക് അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. എടാ സ്ത്രീ മോഹൻ അറിയില്ല? അയാളായിരുന്ന നീ അയാളെ മോനാണോ? സ്ത്രീ മോഹനന്റെ സ്ത്രീ